എക്കാലവും ശാശ്വത പ്രതിഷ്ഠ നൽകിയ ഒരു കാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം. ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന വടമധുര എന്നും കടമ്പേരി എന്നും സിഞ്ചിദ്വീപം എന്നും പേരുള്ള ഈ മഹാനഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ കാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം. ആ കാവ്യത്തിന്റെ കേന്ദ്രമായി തീരാൻ കഴിഞ്ഞ നാട്ടിൽ പിറന്നു എന്നതിൽ പോലും നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാം. അയൽക്കാരായ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ഏറ്റുമാനൂർ കടുത്തുരുത്തിയിരിക്കുന്ന ദൂരെയൊന്നുമല്ല. ഈ കാവ്യം കടുത്തുരുത്തിയിലെ പ്രസിദ്ധമായ മുണ്ടക്കൽ തറവാട്ടിൽ വെച്ച് ഇന്ന് രണ്ടാമതും ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. മുൻ മന്ത്രിയും MLA-യുമായ മോൻസ് ജോസഫാണ് ആ അവതരണത്തിന് നേതൃത്വം നൽകിയത്. ഉണ്ണിനീലിക്ക് ആദിത്യവർമ്മ സന്ദേശം കൈമാറുന്ന ഹൃദയസ്പർശിയായ രംഗം, ഈ കാവ്യത്തിന്റെ മർമ്മസ്പർശിയായ രംഗം അവിടെ പുനരവതരിപ്പിച്ചപ്പോൾ ഉണ്ണിനീലി താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ഉണ്ണിനീലിയുടെ കരിങ്കൽ പടവിന്റെ അരികിൽ നിന്നുകൊണ്ട് അത് കൈമാറുന്നത് കണ്ടപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരു നിമിഷത്തിന് ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. എന്നോടൊപ്പം എരുമേലി പരമേശ്വരൻ പിള്ളയുണ്ട്, കേശവൻ നമ്പൂതിരി സാറുണ്ട്, ലത്തീഫ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര്. ഷബീർ ഹുസൈനിലെ വിദ്യാർത്ഥിനികളെ അധ്യാപികമാരെ എല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ മഹത്തായ സാഹിത്യ രംഗം ഇന്ന് അരങ്ങേറിയത്. ഉണ്ണിനീലി സന്ദേശം. ഇവിടെ മുണ്ടക്കൽ തറവാട്ടിലെ ദേവദാസിയായിരുന്നു ഉണ്ണിനീലി. ഗോവിന്ദപുരം ക്ഷേത്രത്തിനും മലിച്ചിറയ്ക്കും അടുത്തുള്ള വീരമാണിക്യം തറവാടിന്റെ ഒരു ശാഖയായ മുണ്ടക്കൽ ഇല്ലത്തെ പൂമാലക്കുഴൽ ഉണ്ണിനീലി, അതിസുന്ദരിയായ ഉണ്ണിനീലി തലയിൽ ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്നു. ദേവദാസി എന്ന് പറയുമ്പോൾ അതിന് യാതൊരു ദുരർത്ഥവുമില്ല. ഉണ്ണിനീലി തിരുനാൾ നീണാൾ വിളങ്ങിയിടുക എന്നാണ് കാവ്യത്തിൽ പറയുന്നത്. കുലീന കുലജാതയായ ഉണ്ണിനീലി അവളുടെ കാന്തൻ യാദൃച്ഛികമായിട്ട് വിട്ടുപോയി. ഒരു യക്ഷി അവരുടെ ഉറക്കറയിൽ കടന്നു വന്ന് ഈ കവിയെ അവിടെ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. ആകാശമാർഗത്തിൽ കൂടെ പോയി കുറെ കഴിഞ്ഞ് ഉണർന്നപ്പോൾ താൻ യക്ഷിയുടെ പിടിയിലാണ്. പണ്ട് ശൂർപ്പണഖയുടെ പിടിയിൽ ലക്ഷ്മണൻ പെട്ടതുപോലെ യക്ഷിയുടെ പിടിയിൽ പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഇതിലെ നായകൻ പെട്ടെന്ന് ഉണർന്ന് നരസിംഹമന്ത്രം ജപിച്ച് അദ്ദേഹം താഴോട്ട് വന്നു. വന്നത് ശ്രീപത്മനാഭന്റെ തിരുനടയിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം വിലപിക്കാൻ തുടങ്ങി. ഉണ്ണിനീലിയിൽ നിന്നുള്ള വിയോഗപ്പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻപിൽ പെട്ടെന്ന് ഒരു മൃത്യുഞ്ജയ മന്ത്രം പോലെ തൃപ്പാപ്പൂവൂ പഴകുപൊഴിയും വീരൻ ആദിത്യവർമ്മൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ആദിത്യവർമ്മ വേണാട്ടിലെ യുവരാജാവാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വേണാട്ടിലെ ഇരവിവർമ്മന് രണ്ടാമവൻ ഞാൻ ഇളയ അനുജനാണ്, ക്ഷേത്ര ഭരണാധികാരിയാണ്. ഈ ഇദ്ദേഹത്തോട് സന്ദേശം പറഞ്ഞയക്കുന്നതായിട്ടാണ് ഈ കാവ്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ആദ്യം മുതൽ പറയുന്നുണ്ട്. ആ സിന്ധുദ്വീപം ഈ ലോകത്തെല്ലാം പ്രസിദ്ധമാണ്. കടുത്തുരുത്തി, അവിടെ എന്റെ പ്രിയതമ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദയവായിട്ട് അങ്ങോട്ട് പോകണം. പോകാനുള്ള മാർഗം വർദ്ധിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളെയും സ്പർശിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ നാടിനും ഒരു ഭാഗ്യം കിട്ടിയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആദിത്യവർമ്മ വരുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, തട്ടാരമ്പലം, കടിയൂർ മറ്റം, തിരുവല്ല മതിലകം, നാലുകോടി, മുത്തൂര്, നാലുകോടി, തൃക്കൊടിത്താനം, തിരുവഞ്ചൂര്, ഏറ്റുമാനൂര്, കോതനെല്ലൂര്, കടുത്തുരുത്തി. ഇങ്ങനെയാണ് ഈ യാത്രാമാർഗം. ഞങ്ങൾ ഈ സന്ദേശയാത്ര പുനരവതരിപ്പിക്കുമ്പോൾ മെയിൻ സെൻട്രൽ റോഡിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്തത്. ഈ വഴികളിൽ കൂടിയാണ് യാത്ര ചെയ്തത്. ആ വഴികളിൽ കൂടി ഇപ്പോൾ കടുത്തുരുത്തിയിൽ വന്ന് ഈ രംഗം അരങ്ങേറുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ഉണ്ടായി. ഞാൻ ഈ യാത്രയിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നിയത് ഓരോ ജനതയും സ്വന്തം പാരമ്പര്യം തിരിച്ചറിഞ്ഞ് അഭിമാനപൂർവ്വം ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. ആ നാലുകോടിയിൽ അവർ തീരുമാനിച്ചു അവരുടെ ഒരു നടപ്പാതയ്ക്ക് വഴിക്ക് ഉണ്ണുനീലി റോഡ് എന്ന പേരിടുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ഉണ്ണുനീലി റോഡ് എന്ന പേരിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ഈ കാവ്യത്തിനും ഇതിലെ നായികയായ ഉണ്ണിനീലിക്കും സന്ദേശകരനായ
ആദിത്യവർമ്മനും ഇവിടെ ഒരു ശില്പമനോഹരമായ സ്മാരകം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്തിന്റെ കാലത്ത് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത് ഒരു ജനതയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മളൊക്കെ നമ്മുടെ പാരമ്പര്യം എന്ത് എന്ന് കണ്ടറിയുമ്പോഴാണ് സ്വയം നമ്മളായിട്ട് മാറുന്നത്. കടുത്തുരുത്തിക്കാരറിയണം, പണ്ട് ചൈനീസ് കപ്പലുകൾ കണ്ണെത്താ ദൂരത്തോളം നിരനിരയായിട്ട് കിടന്നിരുന്ന നാടാണിത്. ഉണ്ണിനീലി സന്ദേശകാരൻ വർണ്ണിക്കുന്നുണ്ട്. ചൈനീസ് കപ്പലുകൾ ഇവിടെ വന്നടുത്തിരുന്നു. അതിൽ നിന്ന് കച്ചവടക്കാർ ഇവിടെ ഇറങ്ങി വ്യാപാരം നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ കോതനെല്ലൂര് ഇന്ന് ഒരു അപ്രധാന സ്ഥലമാണെങ്കിലും ഒരു രാജാവിന്റെ പേരാണ് ഗോദവർമ്മ. കോതനെല്ലൂര് മണികണ്ഠ രാജാവിന്റെ കുതിരപ്പട്ടാളത്തെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. കടുത്തുരുത്തി വീരമാണിക്യത്ത് തറവാട് ഈ കേരളത്തിൽ നല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. കടുത്തുരുത്തിയെ പറ്റി ഇതിലെ 2-3 ശ്ലോകങ്ങൾ നിങ്ങളെ ചൊല്ലിക്കേൾപ്പിച്ച് അതിന്റെ അർത്ഥം വിവരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയുടെ ഉദ്ദേശം ഓരോ നാടിന്റെയും പാരമ്പര്യത്തെ പറ്റി അവരെ ഓർമ്മപ്പെടുത്തുക എന്നതാണ്. പൊൽഭൂമാതിന്നൊരു നിലയനം കേവലം വീരമൗലി കൽപ്പാർ നീടും മരുവലർ കുലത്തിനു കൽപ്പാന്തവന്നി അപ്പോൾ കാണാൻ വരുമൈ സഖി രാമവർമ്മൻ വിശേഷിച്ചിപ്പാരിൽ ചേർന്നരുളും ഈശനാം ബിംബലീശ. ബെമ്പലനാട്ടിലെ രാജാവായ രാമവർമ്മൻ പൊൽഭൂമാതിന്റെ നിലയനമാണ്, വിളനിലമാണ്. ശത്രുക്കൾക്ക് കൽപ്പാത വന്യാണ്. അദ്ദേഹം ആദിത്യവർമ്മ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്ന് സന്ദർശിക്കും. നേരെ കാണാൻ നൃപവര കിഴക്കൻ ചിറക്കങ്ങ് പശ്ചാത് താരാർമാതോടുടമഭിഷവും മന്ദിരം മൽപ്രിയായ മാരന്നുണ്ടാം ജനന ഭവനം വീരമാണിക്യമെന്റാൽ ആരേ പാർത്താൽ അവിടെ മറിയാതിന്റെ പാരിലിന്റെ. ഇവിടെ കിഴക്കൻ ചിറയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നേരെ കാണാൻ നൃപവര കിഴക്കൻ ചിറക്കങ്ങ് പശ്ചാത് താരാർമാതോട് പിശകും മന്ദിരം മൽപ്രിയായ. ലക്ഷ്മീദേവി വന്ന് അവകാശപ്പെടും ഇത് എന്റെ വീടാണ്. ഉടമസ്ഥതയെ പറ്റി ലക്ഷ്മീദേവിയോട് പോലും കലഹിക്കുന്ന എന്റെ പ്രിയയുടെ മന്ദിരം, അതായത് വീരമാണിക്യൻ തറവാട്ടിലെ മുണ്ടക്കൽ വീട് കാണാൻ കഴിയും. മാരന്നുണ്ടാം ജനനഭവനം, കാമദേവന്റെ ജനനസ്ഥലം തന്നെയാണത്. ഈ യാത്രയിൽ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ആ കൊടുക്കൂറ കാമദേവന്റെ അടയാളം മത്സ്യമാണ്. ആ മത്സ്യത്തെ അങ്കരം ചെയ്തിട്ടുള്ള കൊടുക്കൂറയാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത്. മാരന്നുണ്ടാം ജനനഭവനം വീരമാണിക്യമെന്റാൽ ആരേ പാർത്താൽ ഇവിടെ മറിയാതിന്റെ വിപ്പാരിലിന്റെ ഇമ്പത്തിനാൽ തവനും തലയിൽ ചേരുമെൻ തമ്പുരാനെ കുമ്പിട്ട് അസ്മിന്നുടറി വഴിമേൽ നിന്റെ വേണാർടർകോനെ സമ്പൽ പ്രാപ്തി നൃപവര പദം നീ ബലത്തേതു നേരെ മുമ്പിട്ടേറ്റം പ്രവിശ ദൈതാമന്ദിരം മംഗളായ. നീ വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. മുണ്ടക്കൽ വീട്ടിലേക്ക് പോകേണ്ടത് ഈ വഴി നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഗണ്ടാദർശം മുറുവലരിയും കൊണ്ടയാൻ ചെപ്പുമൊപ്പം കൈക്കൊണ്ട കുങ്കുമതിലകമാം നൽവിളക്കുണ്ട് ഭാന. അപ്പോൾ മുൽപ്പാടത പടിയോളം വന്ന് മുണ്ടയ്ക്കമേവും പൊൽപ്പൂമാതാം ചെറിയതെതിരേറ്റിയിടും അൻപോട് നിന്ന്. ഉണ്ണിനീലിയുടെ തോഴിയായ ചെറിയത് കുഞ്ഞ് എന്ന പേരുള്ള ആ കളിത്തോഴിയാണ് വന്ന് എതിരേൽക്കുന്നത്. അവിടെ ഇന്തളിൽ പാടാൻ തലസഗമനാം ചെന്തുതെറ്റിയിടുവാനായി മണ്ടിച്ചാലത്തളരും ഇളമാൻ കണ്ണി പോപോരു നേരം മുണ്ടയ്ക്കൽ ചേർന്നിതമിഴും ഇരണ്ടാമതാം തന്നി നിന്നെ കണ്ടിട്ടപ്പോൾ നയനയുഗളം വന്ന പന്തിക്കുമല്ലോ. ഇവിടെ ആ സുന്ദരിയുടെ വർണ്ണനയാണിനി. ഞങ്ങള് ആ ഉണ്ണിനീലിയെയാണ് ഈ യാത്രയുടെ വിരാമഘട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കുട്ടി ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനിയാണ്, ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെയെല്ലാം എഴുന്നേറ്റ് ഒന്ന് വന്ദിക്കണം. ഭുവനീയ സുന്ദരിയായ ഉണ്ണിനീലിയുടെ പ്രതീകമായിട്ടാണ്
ഈ കുട്ടിയെ ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ആദിത്യവർമ്മനും ഉണ്ട്. എനിക്ക് ഇനി കൂടുതൽ സംസാരിക്കാനില്ല. ഞാൻ ഇത്ര നല്ല ഒരു സ്വീകരണം കടുത്തുരുത്തിയിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളുടെ നാടിന് വീണ്ടും വീണ്ടും ശ്രേയസ് ഉണ്ടാകട്ടെ. ഉണ്ണുനീലി സന്ദേശകാവ്യം ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ അഭിമാന വിജയംഭരിതരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയും സഹൃദയനും മികച്ച സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ലത്തീഫിന്റെയും പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസിന്റെയും ആലോചനയുടെയും നേതൃത്വത്തിന്റെയും ഫലമായി നടന്ന ഈ സാംസ്കാരിക ജാഥ അതൊരു പ്രധാനപ്പെട്ട മണിപ്രവാള കാവ്യത്തെ ആസ്പദമാക്കി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. ഈ ചരിത്ര സംഭവത്തിന് ഇന്നലെ തിരുവല്ല മുതൽ കേരളം മുതൽ ഈ കടുത്തുരുത്തി വരെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇത്തരം ഒരു സന്ദർഭം സാംസ്കാരികമായ പുതിയ അവബോധം ജനങ്ങളിലേക്ക് കൈമാറാനുള്ള ഈ സാംസ്കാരിക ദൗത്യം ഏറ്റെടുത്ത ഈ പ്രമുഖരായ വ്യക്തികളെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആദരിക്കുകയാണ്. പണിക്കർ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ ഒക്കെ തന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഈ മഹാകവികൾ. എഴുത്തച്ഛന് പോലും വഴികാട്ടികളായിരുന്ന ഈ മഹാകവികളുടെ ജന്മസ്ഥലത്ത് നിന്ന് ഈ സാംസ്കാരിക ജാഥ ആരംഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കണ്ണശ സ്മാരക ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതിന് ആതിഥ്യം നൽകാൻ കഴിഞ്ഞതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിച്ച ജനത്തെ ആളുകൾ ഇന്നലെ രാവിലെ 9 മണിക്ക് അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തകന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും ഒക്കെ ഈ സാംസ്കാരിക ജാഥയെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ സാംസ്കാരിക ജാഥ കടന്നുപോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ വിശദീകരിച്ചു. ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. മറ്റൊരു വസ്തുത, നമ്മുടെ വ്യാപകൻ പറഞ്ഞതുപോലെ നമ്മുടെ പൈതൃകത്തെ നാം വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കലുഷമായ അന്തരീക്ഷത്തിൽ നമ്മുടെ തനിമയെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാഷയെയും നമ്മൾ നിഷേധിക്കുകയും അനാദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അനാദരവും നിഷേധത്തിനും എതിരായി ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള, ജനങ്ങൾക്ക് ബോധമുണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ സാംസ്കാരിക ദൗത്യ യാത്ര. ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു മണിപ്രവാള കാവ്യമാണ്. ആ മണിപ്രവാള കാവ്യത്തിന് ചരിത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഈ കടുത്തുരുത്തി വരെയുള്ള പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങള്, വാണിഭജനങ്ങള്, ജനങ്ങള്, രാജാക്കന്മാര്, പ്രഭുക്കള്, ഇവരെക്കുറിച്ചൊക്കെ സരസമായ വർണ്ണനകളുണ്ട്. ചരിത്രപരമായ വർണ്ണനകൾ അതിനകത്തെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പൈതൃകത്തെ അതിന്റെ ഏറ്റവും മഹത്തായ സാംസ്കാരിക ചൈതന്യവുമായി ബന്ധപ്പെടുത്താനുള്ള സർഗാത്മകമായ ഒരു സാന്നിധ്യമാണ് കൂടിയാണ് ഈ കാവ്യം. ആര് എഴുതിയത് എന്നറിയില്ല. ആരെഴുതിയാലും ശരി, അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ആരെഴുതിയാലും ശരി, ആ എഴുത്ത് നമ്മുടെ സംസ്കാരത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു രേഖാപ്രമാണം കൂടിയാണ്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ ഹൃദ്യമായ ഈ അംഗീകാരം, ഈ ഒരു പ്രോത്സാഹനം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾക്ക് അങ്ങേയറ്റത്തിൽ സന്തോഷമാണ്. ഇതിലെ എടുത്തു പറയുന്ന കാര്യം, ഞങ്ങളുടെ ഈ ആശയം അതിനെ സർവാത്മന എല്ലാ പ്രോത്സാഹനവും ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതൊരു ചരിത്ര സംഭവമായി തന്നെ മാറാൻ പോവുകയാണ്. കാരണം ഇതുപോലെ ഒരു കാര്യം ഇതിനു മുമ്പ് ആരും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ രംഗത്ത് ഈ ആശയമായി വന്ന നിങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കും എന്നുള്ള തീരുമാനമെടുത്ത് ഞങ്ങളെ കൂടെ ഇന്നലെയല്ല ഇത് ആരംഭിച്ചപ്പോൾ, ഈ ആലോചന തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എല്ലാ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത് 2010 മലയാളത്തിന്റെ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള പുരസ്കാരം, സാഹിത്യ പുരസ്കാരം നേടിയ ഏറ്റുമാനൂർ സോമദാസൻ സാർ അവர்களാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് മുതൽ ഇതിന്റെ പ്രവർത്തനം, ഈ യാത്രയിൽ 2 ദിവസവും മുഴുവനും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് വളരെ സന്തോഷത്തോടും
സ്നേഹനിർഭരമായ കൃതജ്ഞതയോടുകൂടി മാത്രമേ ഓർക്കുവാനൊക്കെയുള്ളൂ. അദ്ദേഹം വേദിയിലുണ്ട്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള എരുമേലി പരമേശ്വരൻ പിള്ള സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹവും ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളുമാണ് തന്നിട്ടുള്ളത്.